ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ ഇതേപോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഏത് പൊടികളാണെങ്കിലും നമ്മൾ ഇതേപോലെ ചീത്തയാകാതിരിക്കാനായിട്ട് നമുക്കതിനകത്ത് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കായപ്പൊടി ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൊടികളൊന്നും ചീത്തയാവത്തില്ല. അപ്പം അതല്ല എങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപ്പ് പൊടി വേണമെങ്കിലും ഇട്ട് കുഴച്ച് വെക്കാം. അപ്പോൾ ഉപ്പ് പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോഴത്തേനും അതിനകത്ത് ഉപ്പ് കൂടാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനേക്കാളും നല്ലത് കായപ്പൊടിയാണ്. അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ഷൂ ഒക്കെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൗഡർ ന്യൂസ് പേപ്പറിനകത്തോട്ടിട്ടിട്ട് നമുക്ക് ഓരോ ഷൂവിനകത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ ഒഴിഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് കുട്ടികളാണെങ്കിലും സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ആ ഒരു സ്മെല്ല് ഒഴിവാക്കാനായിട്ട് നമുക്കിതേപോലെ പൗഡർ പേപ്പറിനകത്തിട്ടിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ബാഡ് സ്മെൽ ഒഴിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ അടുത്ത ടിപ്പാണ്, നമ്മുടെ മിക്സിയുടെ ജാറുണ്ടല്ലോ, അപ്പം അതിനകത്ത് നമുക്ക് പിന്നെ ബാഡ് സ്മെല്ലൊക്കെ പോകണമെങ്കിൽ തന്നെയും ഇപ്പം നമുക്ക് ജ്യൂസ് അടിക്കണം. അപ്പോൾ അതിനകത്തുള്ള ആ മസാലയുടെയൊക്കെ മണം മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു കഷ്ണം ന്യൂസ് പേപ്പർ അതിനകത്തിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുമ്പോഴത്തേനും ആ ഒരു ബാഡ് സ്മെല്ല് പോയിട്ട് നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും അതിനകത്തുനിന്ന് കിട്ടുന്നത്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മുടെ ടൈൽസിൻ്റെ ഈ വിടവിലൊക്കെയാണ് നമുക്ക് ഉറുമ്പ് കൂട് കൂട്ടുന്നത്. അപ്പം ഇതേപോലെ ആ വിടവിലൊക്കെ നമുക്ക് കുറച്ച് പൗഡർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉറുമ്പ് പിന്നെ ആ ഭാഗത്തുനിന്ന് എങ്ങോട്ടെങ്കിലും പോയേക്കും. പിന്നെ ആ ഭാഗത്തൊന്നും വരത്തില്ല ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട്. അപ്പം ആ കിച്ചണിൻ്റെ ടൈൽസിനകത്തൊക്കെ ആയിരിക്കും കൂടുതലും ഇതേപോലെ ഉറുമ്പ് കൂട് കൂട്ടുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ മിക്സിയുടെയൊക്കെ ജാറിൻ്റെ അടപ്പുണ്ടല്ലോ, അത് ലൂസാണെങ്കിൽ നമുക്ക് അരപ്പൊക്കെ തെറിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ആ വാഷറിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത് നല്ല ടൈറ്റായിട്ടിരിക്കും. അതല്ലെങ്കിൽ വാഷർ നമ്മൾ ഫ്രീസറിനകത്തോട്ടൊന്ന് വെച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചിട്ടെടുക്കുകയാണെങ്കിലും വാഷർ നല്ല ടൈറ്റായിട്ടിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഐസ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് എടുത്ത് ചെയ്താലും മതി. അപ്പം നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ അരപ്പൊന്നും അരച്ചാൽ തന്നെയും തെറിച്ച് പോകത്തില്ല. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, വേസ്റ്റുകളൊക്കെ ഇടുന്ന വേസ്റ്റ് പേപ്പർ, അതൊക്കെ അപ്പോൾ ആ ഒരു സ്മെല്ല്, ബാഡ് സ്മെല്ല് അതിനകത്തുനിന്ന് വരാതിരിക്കാനായിട്ട് ഒരു ന്യൂസ് പേപ്പറിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് അതിനോടൊപ്പം ഒന്നിട്ട് കൊടുക്കുക. അപ്പം ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ. അടുത്ത ടിപ്പ്, ഫ്രിഡ്ജിൻ്റെ എയറൊക്കെ പോകുന്നുണ്ടെങ്കിലും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലാസ്കിൽ ഇതേപോലെ ഒരു ബാഡ് സ്മെല്ല്, ചായയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുന്നില്ല, ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ വലുതായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് എടുക്കുന്നതിനും പ്രയാസം കാണത്തില്ല. അപ്പോൾ നമുക്ക് നേരെ വലിച്ചിങ്ങെടുത്താൽ മതി. അതല്ലെങ്കിൽ പീസാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കുലുക്കി എടുക്കണം. അപ്പോൾ വലിയ ഫ്ലാസ്ക് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിനകത്തുനിന്ന് നമുക്ക് കറണ്ട് പോകുന്നുണ്ടെങ്കിലും, നമുക്ക് കറണ്ടൊക്കെ ഒരുപാട് ആകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു കഷ്ണം പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഡോറിനകത്ത് വെച്ചിട്ടൊന്ന് വലിച്ചു നോക്കുക. അപ്പോൾ വലിക്കുമ്പം പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാഷർ ലൂസാണെന്ന് അതിൻ്റെ അർത്ഥം. അത് വരുന്നില്ല എങ്കിൽ നല്ല ടൈറ്റായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വാഷർ മാറ്റിയിട്ടാൽ മതി. അതേപോലെ തന്നെ ഇതേപോലെ അതിൻ്റെ റബ്ബറിൻ്റെയൊക്കെ ഇടയ്ക്ക്, നമ്മുടെ ഡോറിൻ്റെ റബ്ബറിൻ്റെയൊക്കെ ഇടയ്ക്ക് അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. അപ്പോൾ നമുക്കിങ്ങനെ. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ. ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.